ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം പിണറായി വിജയനിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. അത് മാനസികമായി നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനശ്രദ്ധ തിരിക്കാനായി പിണറായി കണ്ണൂരിൽ ബോംബ് പൊട്ടിച്ച് 86കാരന്റെ ജീവനെടുത്ത സംഭവം കേരളത്തോട് തുറന്നു പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രയും ക്രൂരനാകാമോ ഒരു മുഖ്യമന്ത്രിയെന്നും പിണറായിക്ക് ഇത്ര കണ്ട് ക്രൂരതയാർന്ന മനസ്സാണോ എന്ന ചോദ്യവുമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ഭരണകസേരയിൽ കയറിയിരിക്കാൻ യോഗ്യതയില്ലാത്ത മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധിയിലേക്കാണ് ഇപ്പോൾ പിണറായി ഉയർന്നിരിക്കുന്നത്. ഭരണപരാജയം എന്ന നഗ്നമായ സത്യം സ്വന്തം പാർട്ടിയിലും മുന്നണിയിലെ പ്രധാനിയായ CPIയും തുറന്നടിക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ സ്വന്തം ജില്ലയിൽ ബോംബുണ്ടാക്കി പൊട്ടിച്ച് ജനത്തെ ഭീഷണിപ്പെടുത്തുന്ന പിണറായിയെ ജനത്തിന് എങ്ങനെ വിശ്വസിക്കാനും മനസ്സിൽ ഉൾക്കൊള്ളാനുമാകും? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാനൂരും ഇപ്പോൾ നിരപരാധിയായ മനുഷ്യന്റെ ജീവനെടുത്ത് തലശ്ശേരിയിലെ എരഞ്ഞോളിയിലും നടന്ന സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി ചേർത്ത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാൻ മന്ത്രി ശിവൻകുട്ടിയാണ് മുൻകൈയെടുക്കേണ്ടത്. രാജ്യത്തെ കലാപങ്ങൾ കുട്ടികൾ പഠിക്കണമെന്നും അവരെ പഠിപ്പിക്കേണ്ടതാണെന്നും ശിവൻകുട്ടിയാണല്ലോ നിർബന്ധം പിടിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ CPM കേരളത്തിൽ സംഘർഷത്തിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ച സംഭവവും തെരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ CPM പ്രവർത്തകനും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും സമഗ്രമായി അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നതും ഈ സാഹചര്യത്തിലാണ്. ബോംബ് സ്ഫോടനങ്ങൾ രണ്ടും നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ്. ലഹരി മരുന്ന് കച്ചവടം, ഗുണ്ടാപിരിവ് എന്നിവ നടക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. എല്ലാം CPM നേതാക്കളുടെ അറിവോടെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ സംഘർഷമുണ്ടാക്കാൻ CPM ശ്രമിക്കുകയാണോ എന്ന സംശയം കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉള്ള അഭിപ്രായം തന്നെയാണ്. സംഘർഷങ്ങളില്ലാത്ത സാഹചര്യം പാർട്ടി കേഡറുകളുടെ ആത്മവീര്യം കെടുത്തുമെന്ന യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടി കേഡറുകളുടെ ആത്മവീര്യം നശിപ്പിക്കപ്പെട്ടു എന്ന ഒരു നേതാവിന്റെ സംസ്ഥാന സമിതിയിലെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ സംഘർഷമുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് CPM എന്ന സത്യം കൂടി ഇത് വെളിപ്പെടുത്തുകയാണ്.